പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ അധികാരം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരമുള്ള കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് യാഗമായി തീർന്ന കർത്താവ്, അവൻ മൂന്നാം ദിവസം ഉയർത്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയ യേശു സകല അധികാരവും നമ്മുടെ മേലേക്ക് ചൊരിഞ്ഞ യേശുവിന്റെ കൃപയിലേക്കാണ് നമ്മെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരാൻ ഇടവന്നത്. ഈ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരാൾ പോലും നശിച്ചു പോകരുതെന്നുള്ള വലിയൊരു കരുതലും വലിയൊരു ദൈവിക പദ്ധതിയും കർത്താവായ യേശുവിനുണ്ടായിരുന്നു. ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വചനത്തില് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിന്റെ മുമ്പിൽ മടങ്ങും എന്നാണ്. എല്ലാ നാവുകളും യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ ദൈവം ഇടയാക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല മനുഷ്യന്റെയും മുഴങ്കാലുകൾ അവന്റെ മുമ്പിൽ മടങ്ങണം. സകല നാവുകളും യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ ദൈവം ഇടയാക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശു അധികാരമുള്ളവനായി ലോകത്തിലേക്ക് വന്നിട്ട് കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തിൽ അവൻ ദേഹരൂപമായി ക്രിസ്തു പിതാവിന്റെ അല്ലെങ്കിൽ പുത്രനെ പിതാവിന്റെ ദേഹരൂപമായി ലോകത്തിലേക്ക് അയക്കുവാൻ ഇടവന്നെങ്കിൽ സകല സമ്പൂർണതയിൽ വസിക്കാൻ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ്? അവനിൽ സർവസമ്പൂർണതയുടെയിലും വസിപ്പാൻ പിതാവിന് പ്രസാദം തോന്നിയെന്ന്. പിതാവിന് തോന്നിയ പ്രസാദം എന്താ? യേശുക്രിസ്തുവിലാണ് സർവസമ്പൂർണതയും നിലനിന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്നത്. സമ്പൂർണനായ പൂർണ്ണനായ ദൈവത്തോടു കൂടെയായിരുന്നു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിക്കരുത്, ഒരാൾ പോലും ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവിന്റെ ദേഹം, കർത്താവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ ചിന്ത, കർത്താവിന്റെ ആലോചന, ഇതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു കർത്താവ് പകർന്നു തരാൻ ഇടവന്നത്. തന്റെ മക്കൾ അധികാരമുള്ളവന്റെ കീഴിൽ ജീവിക്കണം. അധികാരം വിട്ടു പോകരുത്. ആരുടെ? പിതാവിന്റെ അധികാരത്തിൽ പുത്രൻ നിന്നതുപോലെ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ അനുസരണയുള്ള ഒരു മകനെ പോലെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ അനുസരണ നമ്മളെ നിശ്ചിതയോളം കൊണ്ടുചെന്നെത്തിക്കുമെന്നത് സത്യമാ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയാലുണ്ടല്ലോ, നമ്മൾ നശിച്ചു പോകും. നമുക്ക് നിത്യജീവൻ കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് തന്റെ കൃപയിലേക്ക് കൊണ്ടുവന്നത്. തിരുവചന പ്രകാരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകില്ല. എന്തുകൊണ്ടാ? അവന്റെ നശിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മുഴുവനും, അവൻ നശിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും യേശു കർത്താവ് തന്റെ ശരീരത്തിൽ വഹിച്ചു. നീ ഇന്നു മുതൽ നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങി, നിന്നെ ഞാൻ സ്വന്തമാക്കി, നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ പരാജയങ്ങളും മാറ്റി നീ സന്തോഷവനായി ജീവിക്കണം. എന്നിട്ടാ യേശു പോകുമ്പോൾ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കണം, എന്നിൽ നിങ്ങൾ ആനന്ദിക്കണം, നിങ്ങൾ പൂർണ്ണനായി ജീവിക്കണം, നിങ്ങൾ ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും, സഹായികനെ ഞാൻ തന്നിട്ട് പോകുന്നു എന്നൊക്കെ കർത്താവ് പറയാനുള്ള കാരണം ഈ അധികാരമുള്ള ദൈവത്തിന്റെ മകനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് പറയാ, അധികാരമുണ്ടോ യേശുവിന്? ഈ അധികാരമുള്ളവന്റെ മകനാണ് നമ്മൾ അങ്ങനെ ജീവിക്കണം.
ഒരു നിമിഷം നമ്മുടെ എല്ലാ അവസ്ഥകളും യേശുവിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്തേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല മുഴങ്കാലും മടങ്ങുകയും സകല നാവുകളും യേശുവിനെ കർത്താവെന്ന് പറഞ്ഞ് ആരാധിച്ചും പ്രാർത്ഥിച്ചും അവന്റെ വചനപ്രകാരം, കാരണം സർവസമ്പൂർണതയും ക്രിസ്തുയേശുവിൽ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ആ സമ്പൂർണതയിൽ ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി ജീവിക്കേണ്ടതിന് നമ്മളെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ ആ ഒരു അനുഭവത്തിൽ എന്നെയും ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ വലിയ അത്ഭുത പ്രവൃത്തിയെ നടത്തണമേ. കർത്താവ് എന്നെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.